ഹായ് എവരിവൺ, ഞാൻ ഗ്ലാഡ്വി ഷാരോൺ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ ഡാമിലാണ്. കേരളത്തിൻ്റെ വൃന്ദാവൻ എന്നറിയപ്പെടുന്ന ഈ ഒരു മലമ്പുഴ ഗാർഡൻ മൈസൂരിലെ വൃന്ദാവൻ കഴിഞ്ഞ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇങ്ങോട്ടേക്കുള്ള സന്ദർശന സമയം. ശനി ഞായർ ദിവസങ്ങളിൽ 10 മണി തൊട്ട് 8 മണി വരെയും. മലമ്പുഴയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു റോപ്പ് വേ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോപ്പ് വേ ആണ്. ₹30 തൊട്ടാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ വരുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉള്ളവർക്ക് ഏറ്റവും എളുപ്പവും ചിലവ് കുറവുള്ള ഒരു മാർഗ്ഗം എന്നുള്ളത് ട്രെയിൻ തന്നെയായിരിക്കുള്ളൂ. ട്രെയിനിന് പാലക്കാട് സ്റ്റേഷനിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ നിന്ന് തന്നെ ബസ് മലമ്പുഴയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളെ എൻട്രി ഫീ ഒക്കെ എടുത്ത് മലമ്പുഴ ഡാമിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസിൻ്റെ ഇവിടെ വിശാലമായ ഒരു ഗാർഡനും പിള്ളേർക്കൊക്കെ പറ്റുന്ന ചെറിയൊരു പാർക്കൊക്കെയാണ് ഉള്ളത്. ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ എന്തോ ഒരു പുതിയ ഉടായ്പ പരിപാടിയാണെന്ന് തോന്നുന്നു. ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഡാമിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഡാമിൻ്റെ മേളിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സീനറിയും വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഗാലറിയും വാഹന നിരീക്ഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രി കിട്ടും. അപ്പോൾ ഈ കാണുന്നൊരു ബിൽഡിംഗ് ആണ് ഫോട്ടോ ഗാലറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനുള്ളിലായി നിറച്ചും ഒരുപാട് പിക്ചേഴ്സാണ്. ഈ ഒരു മലമ്പുഴ ഡാമിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള പിക്ചേഴ്സും പിന്നെ ഈ ഒരു ഡാമിൻ്റെ തന്നെ സീനറിയൊക്കെ വരുന്ന ഒരുപാട് ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെയാണ് ഈ ഒരു ഫോട്ടോ ഗാലറിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്ന ഈ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ നിന്ന് ഏറ്റവും ഭംഗിയിൽ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു പോയിന്റ്. അതായത് നമുക്ക് ഏറ്റവും നല്ല ഭംഗിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതും ഈ ഒരു സ്പോട്ടിൽ നിന്നാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്കും നല്ല കിടിലൻ ഫോട്ടോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു ഡാമിലൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഈ ഒരു അണക്കെട്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗാർഡൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഫോട്ടോ ഗാലറിയിൽ കയറി അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു അണക്കെട്ടിലൂടെ ഇതിൻ്റെ ഇങ്ങേ അറ്റത്തേക്ക് ഞാൻ നീങ്ങുകയാണ്. അങ്ങനെ ഞാൻ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡെത്തി താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലം വരുന്നുണ്ട്. അതേപോലെ ഈ തൂക്കുപാലത്തിൻ്റെ അടുത്തായിട്ട് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഈ അണക്കെട്ടിലെ കാഴ്ചകൾക്കും നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിലൂടെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യക്ഷി പാർക്ക് വരുന്നുണ്ട്. മലമ്പുഴ യക്ഷിയുടെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു പാർക്കും അടിപൊളിയാണ്. കൂടുതലായിട്ടും കപ്പിൾസൊക്കെയാണ് ഇവിടെ വന്നിരിക്കാറുള്ളത്. ഈ ഒരു മലമ്പുഴ ഡാമിൻ്റെയും ഗാർഡൻ്റെയൊക്കെ ഭംഗി കുറച്ചുകൂടി നല്ല ഭംഗിക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് റോപ്പ് വേ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള എൻട്രി ഡാമിൻ്റെ പുറത്താണ് വരുന്നത്. ₹71 ഈ ഒരു റോപ്പ് വേക്കുള്ള എൻട്രി ഫീ വരുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ഈ ഒരു സ്റ്റേഷനിലേക്ക് കയറും. അപ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു റോപ്പ് വേയിലുള്ള ആ ഒരു റൈഡ് കറങ്ങി വരുന്ന ടൈമിൽ തന്നെ നമ്മൾ അതിലേക്ക് കയറ്റി ലോക്ക് ചെയ്ത് നേരെ അവർ വിടുകയാണ്. കുറച്ച് മുമ്പ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത മലമ്പുഴ ഡാമിൻ്റെയും ഗാർഡൻ്റെയും ഭംഗി വേറൊരു ആംഗിളിൽ നിന്ന് നല്ല ഭംഗിക്ക് ഈ ഒരു റോപ്പ് വേയിൽ നിന്ന് എനിക്ക് ആസ്വദിക്കാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി ആസ്വദിച്ചത് ഈ ഒരു റോപ്പ് വേയിലേക്കുള്ള ആ ഒരു റൈഡാണ്. കാരണം ഇത്രയും ഉയരത്തിലിരുന്നിട്ട് ഈ ഒരു അണക്കെട്ടിൻ്റെ ആ ഒരു ഭംഗിയും ഗാർഡൻ്റെ ഒക്കെ ഒരു ഭംഗി ആ ഒരു വ്യൂ ഒക്കെ ഇതിൻ്റെ മുകളിലിരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക എന്നുള്ളത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു റൈഡിലൂടെ പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു യക്ഷി പാർക്കൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും.
വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന റൈഡാണ്. ഇങ്ങേ അറ്റത്തുള്ള സ്റ്റേഷനിൽ വന്നൊരു റൗണ്ട് അടിച്ച് നമ്മളെ പിക്ക് ചെയ്ത അതേ സ്പോട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്തതോടെ ഈ ഒരു റൈഡ് അവസാനിക്കുകയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ലവറായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ ഇതൊക്കെയാണ് മലമ്പുഴ ഡാമിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഗ്ലാഡ്വിൻ.